മലനാട് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ സെൻറ് ജോൺസ് കത്തീഡ്രൽ ഹാളിലാണ്. MG സോമൻ ഫൗണ്ടേഷൻ്റെ അമച്വർ നാടക മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. MG സോമൻ ഫൗണ്ടേഷൻ അമച്വർ നാടക മത്സരം, നാടകോത്സവം UAE അക്കാഫ് അസോസിയേഷൻ്റെയും ക്യാഫ് എമിറേറ്റ്സിൻ്റെയും സഹകരണത്തോടെ MG സോമൻ ഫൗണ്ടേഷൻ്റെ അമച്വർ നാടക മത്സരം. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ദയവായിട്ട് എല്ലാവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വേദിയിലേക്ക് എത്തുക. ഞാൻ മൈക്ക് നമ്മുടെ മലനാട് ടിവിയുടെ ഡയറക്ടർ ഡോക്ടർ ജയേഷ് സാറിന് കൈമാറുന്നു. MG സോമൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ദുബായിലടക്കമുള്ള അലുമിനി അസോസിയേഷൻ്റെ, കോളേജ് അലുമിനി അസോസിയേഷൻ്റെ പ്രവർത്തകരും ചേർന്ന് നടത്തിയൊരു ശ്രമം, ശരിക്കും പറഞ്ഞാൽ ഇത് കേരളം മാത്രമല്ല ലോകത്തെ ഏത് മലയാളികളും കാണേണ്ട ഒരു പ്രോഗ്രാമാണ്. ഇത്രയും വലിയൊരു ശ്രമം നടത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ മുഖ്യധാരയിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഒഴിഞ്ഞു നിന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നാടകം നാടിൻ്റെ അകമാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങളിൽ ഓരോന്നിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സാമൂഹിക നവോത്ഥാനത്തിന് ഇനിയും ഉതകേണ്ട സബ്ജക്റ്റുകളാണ് ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഇപ്പം 40ഓളം നാടകങ്ങളാണ് ആദ്യം വന്ന് പരിഗണിക്കപ്പെട്ടത്. അതിൽ നിന്ന് 8 നാടകങ്ങളിലേക്ക് ചുരുങ്ങണമെങ്കിൽ എത്രത്തോളം കഠിനമായ ഒരു ശ്രമം അതിനകത്ത് വേണം. ആരെയാണ് അവോയ്ഡ് ചെയ്യുക? എന്നെ ഏറ്റവും കൂടുതൽ ആസ് എ ജേർണലിസ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇന്നിവിടെ വന്ന 4 നാടക പ്രവർത്തകരും നാടക സംഘങ്ങളും എത്രത്തോളം ശ്രമകരമായിട്ടാണ് അവരോട് വന്നിരിക്കുന്നത്. ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഇത്രയും ദൂരെ നിന്ന് എല്ലാവിധത്തിലുമുള്ള സന്നാഹങ്ങളോടുകൂടി ഒരു അമച്വർ തിയേറ്റർ ഇവിടെ എത്തിക്കുമ്പം എത്രത്തോളം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടുമുള്ള അവരുടെ പ്രയത്നം. ഇത് കാണേണ്ടത് സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമിയുടെ ഒരു സപ്പോർട്ട് MG സോമൻ ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന ഈ ഒരു ശ്രമത്തിനുണ്ടാകണമെന്നാണ് ഞാൻ ഈ മാധ്യമത്തിലൂടെ ആവശ്യപ്പെടുന്നത്. സംഗീത നാടക അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നാടക സംഘങ്ങളാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ, നേരത്തെ സൂര്യകൃഷ്ണമൂർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വേദിക്ക് ഇത്ര രൂപ വീതം സംസ്ഥാന ഗവൺമെൻറ് നൽകുമായിരുന്നു. അപ്പോൾ ഈ ഒരു നാടക കലാകാരന്മാർക്ക് അല്ലെങ്കിൽ നാടക സംഘാടകർക്ക്, ഈ നാടകത്തിനെ എക്സിബിറ്റ് ചെയ്യുന്നവർക്ക് ഒരു സപ്പോർട്ട് നൽകുന്ന കാര്യത്തിൽ സ്റ്റേറ്റും സെൻട്രൽ മിനിസ്ട്രിയും ശ്രമിക്കണമെന്നാണ് മലനാട് ടിവിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇതിൻ്റെ മീഡിയ പാർട്ണർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ലോകത്തെ എല്ലാ മലയാളികളിലേക്കും എത്തണം. പക്ഷേ ഇത്തരം നല്ല കാര്യങ്ങൾക്കൊന്നും വ്യൂവേഴ്സ് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സങ്കടകരമായൊരു കാര്യമാണ്. എന്തായാലും അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്ലിസി സാറിനെ പോലെയുള്ള ഒരാൾ MG സോമൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ രക്ഷാധികാരിയായിട്ട് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് കാണാം, ഈ ഒരു ശ്രമം ഇവിടെ നടക്കുമ്പം ഇവിടെ പങ്കെടുത്ത എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കുകയാണ് സമൂഹത്തിന് വേണ്ടി, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി. അപ്പം നാടകം നാടിൻ്റെ അകമാണെങ്കിൽ ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച ഇടപെടലുകൾ സാമൂഹിക പരിഷ്കരണത്തിന് ഹേതുവാകുകയാണെങ്കിൽ മലനാട് ടിവിയിലൂടെ ഇത് കാണുന്ന അധികാരവർഗത്തിനും മലയാളികൾക്കും ഇതൊരു മാറ്റത്തിൻ്റെ ശങ്കുലിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഇതിന് പിന്നെ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുകയാണ്, വിശിഷ്യ സ്പോൺസേഴ്സിനെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ ജയേഷ്. പറക്കാട് ജ്വല്ലറി നൽകുന്ന ഡിസ്കൗണ്ട് കൂപ്പണും അതുപോലെ തന്നെ പറക്കാട് നേച്ചർ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് മൂന്നാർ നൽകുന്ന ഡിസ്കൗണ്ട് കൂപ്പണുമാണ്. നമ്മുടെ MG സോമൻ ഫൗണ്ടേഷൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും 12 എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. നമ്മൾ 15 കൂപ്പണുകൾ വീതം സമ്മാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ജയേഷ് ജി, നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലസി സാറിനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ രവീന്ദ്രൻ സാറ്, അനീർ സാറ്, എല്ലാവർക്കും, കൈലേഷ് സാറ് ഈ ഗിഫ്റ്റ് വൗച്ചർ മൊത്തമായിട്ട് അങ്ങ് കൊടുത്തേക്ക്. മൊത്തം സെക്രട്ടറിക്ക് അങ്ങ് കൊടുത്തേക്ക്. സെക്രട്ടറി വീഴ്ച കൊടുത്തു. താങ്ക് യു.